ഹലോ മക്കളെ. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കൊമേഴ്സ് ചൂസ് ചെയ്ത് പഠിക്കാനായിട്ടൊക്കെ തുടങ്ങിയല്ലേ? അക്കൗണ്ടൻസി എങ്ങനെയുണ്ട് സബ്ജക്റ്റ്? ഇപ്പോൾ ട്രിപ്പിളായിടെ +1 +2 അക്കൗണ്ടൻസി ഡീൽ ചെയ്യുന്ന ഫാക്കൽറ്റിയാണ് ഞാൻ. എൻ്റെ പേര് വിഷ്ണു. അപ്പോൾ തുടർന്ന് ഇനി നിങ്ങൾക്ക് അക്കൗണ്ടൻസി റിലേറ്റഡ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും സീരീസും ഒക്കെ നമ്മുടെ ചാനലിൽ ഇനി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഇത് അക്കൗണ്ടൻസിയോട് ബന്ധപ്പെട്ട വീഡിയോസും അതുപോലെ അക്കൗണ്ടൻസി പോലെയല്ല ബാക്കി എല്ലാ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസിനും ലൈവ്സിനും ക്ലാസ്സിനും ഒക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും അക്കൗണ്ട്സ് പഠിച്ചു തുടങ്ങിയപ്പം വളരെ ടഫായിട്ട് തോന്നിയ പോർഷൻ ആയിരിക്കും അല്ലെ, ഡെബിറ്റും ക്രെഡിറ്റും അല്ലെ. ഡെബിറ്റ് ക്രെഡിറ്റ് ആ ഒരു പോർഷൻസ് അല്ലെ. ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഡൗട്ടാണ് എന്തിനെ ഡെബിറ്റ് ചെയ്യണം എന്തിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളവിടെ പഠിച്ചതാണ് എന്ത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അതായത് ട്രഡീഷണൽ അപ്രോച്ച് അനുസരിച്ച് നമ്മൾ ട്രഡീഷണലി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം ഡെബിറ്റ് ആർക്ക് കൊടുക്കണം, ആരെ ക്രെഡിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാനാണ് നമുക്ക് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ഉള്ളത്. ഓക്കെ, അതായത് നമുക്ക് ട്രഡീഷണലി അക്കൗണ്ട്സിനെ നമുക്ക് അറിയാം, 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്സ്. എന്താ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ്, ഓർഗനൈസേഷൻസ്, എൻറ്റിറ്റീസ് ഇതിനെയൊക്കെ പറ്റി പറയുന്ന അല്ലെ, അവരെ പറ്റിയൊക്കെ ഉള്ള അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട്. അതായത് ഇപ്പം ഞാൻ വിഷ്ണു, ഒരു കമ്പനി എനിക്ക് വേണ്ടി അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, വിഷ്ണുസ് അക്കൗണ്ട്, അല്ലെങ്കിൽ അവരുടെ ബാങ്കിന് വേണ്ടി ഓപ്പൺ ചെയ്തു, SBI അക്കൗണ്ട്. ഓക്കെ, അങ്ങനെ ഇൻഡിവിജ്വൽസ്, ഓർഗനൈസേഷൻസ്, എൻറ്റിറ്റീസിനൊക്കെ വേണ്ടി ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റുകൾ, പ്രോപ്പർട്ടീസ് ഒക്കെയാണ് വരുന്നത്. അതായത് അസറ്റ്, പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ് റിയൽ അക്കൗണ്ട്. നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റുന്ന അസറ്റ് ആൻഡ് പ്രോപ്പർട്ടീസ് ആണ് റിയൽ അക്കൗണ്ടിൽ വരുന്നത്. എന്താ ഇപ്പം നോമിനൽ അക്കൗണ്ട്സ്? ഇൻകംസ്, എക്സ്പെൻസ്. ഓക്കെ, ഇൻകംസും എക്സ്പെൻസും ഗെയിൻസും ഒക്കെ അങ്ങനെയുള്ള ഐറ്റംസ്, ലോസ് ഒക്കെയാണ് എവിടെ വരുന്നത്? നോമിനൽ അക്കൗണ്ടിലും വരുന്നത്. പേഴ്സണൽ അക്കൗണ്ട് ആണ്, അതായത് ഇപ്പം വിഷ്ണുസ് അക്കൗണ്ട് അതൊരു പേഴ്സണൽ അക്കൗണ്ട് അല്ലേ? വിഷ്ണുസ് അക്കൗണ്ട് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. SBI's അക്കൗണ്ട് ഒരു പേഴ്സണൽ അക്കൗണ്ട് അല്ലേ? അതുപോലെ ABC പ്രൈവറ്റ് ലിമിറ്റഡ് ഇതൊക്കെ എന്താ? ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ് അല്ലേ? ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ടിനെ എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? അത് റിസീവർ ആണെങ്കിൽ, ഒരു പേഴ്സണൽ അക്കൗണ്ട് റിസീവർ ആണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. അതായത് വിഷ്ണുസ് അക്കൗണ്ട് അല്ലെങ്കിൽ വിഷ്ണു ആണ് അവിടെ സ്വീകരിക്കുന്നതെങ്കിൽ, റിസീവർ എങ്കിൽ വിഷ്ണുവിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഗിവർ, കൊടുക്കുന്ന ആളെ എപ്പോഴും എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കൊടുക്കുന്നതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ജസ്റ്റ് ഓക്കെ, ക്യാഷ് പേ ടു അനുവിന് ക്യാഷ് കൊടുത്തു. ഇവിടെ ആർക്കാണ് ക്യാഷ് കിട്ടുന്നത്? ആരാണ് റിസീവർ? ഇവിടെ ക്യാഷ് കിട്ടുന്നത് അനുവിനാണ് അല്ലേ? അനുവിനാണ് ക്യാഷ് കിട്ടുന്നത്. അപ്പൊ അനുവാണ് ആര്? റിസീവർ എന്നുള്ളത്. ഞാൻ അനുവിന് ക്യാഷ് കൊടുക്കുന്നു. അപ്പൊ ഞാൻ എന്താ കൊടുക്കുന്നത്? ക്യാഷ് അല്ലെ? ക്യാഷ് കൊടുക്കുന്നു. അപ്പൊ അനു എന്താ? റിസീവർ ആയതുകൊണ്ട് അനുവിനെ ഡെബിറ്റ് ചെയ്യണം. അനുവിന് എന്താ കൊടുത്തേ? ക്യാഷ്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ ജേണൽ എൻട്രി എങ്ങനെ എഴുതും? അനൂസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് അല്ലെ? അനൂസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എന്താ റൂൾ യൂസ് ചെയ്തേ? പേഴ്സണൽ അക്കൗണ്ട്സിനെ റിസീവറിനെ ഡെബിറ്റ് ചെയ്യണം, കൊടുക്കുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പൊ ഞാനല്ലേ കൊടുത്തേ? അപ്പൊ ഞാൻ അനൂസ് അക്കൗണ്ട് ഡെറ്റർ ടു വിഷ്ണുസ് അക്കൗണ്ട് എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എൻ്റെ പേര് തന്നെ ഞാനൊരു അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഞാൻ എൻ്റെ പേര് തന്നെ ഒരു അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ എന്താ കൊടുത്തേ? ക്യാഷ്. എൻ്റെ പേരിന് പകരം അവിടെ ക്യാഷ് എന്ന് എഴുതി. ഇനി ബാങ്കിൽ നിന്ന് കൊടുക്കുന്നെങ്കിൽ ബാങ്ക് എന്ന് എഴുതും. ഇനി റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റുകൾ, പ്രോപ്പർട്ടീസ് ഒക്കെയാണ് റിയൽ അക്കൗണ്ട്സ് നോക്കുന്നത്. ഫർണിച്ചർ, മെഷീൻ, ലാൻഡ്, ബിൽഡിംഗ് ഇതൊക്കെയാണ് റിയൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. റിയൽ അക്കൗണ്ട്സിന്റെ റൂൾസ് പ്രകാരമോ റിയൽ അക്കൗണ്ട്സ് ബിസിനസ്സിലേക്ക് വരുന്നതിന്, ബിസിനസ്സിന്റെ അകത്തേക്ക് വരുന്നതിനെല്ലാം ഡെബിറ്റ് ചെയ്യണം. അതായത് പുതിയതായിട്ടൊരു ഫർണിച്ചർ വാങ്ങി, ബിസിനസ്സിലേക്ക് എന്ത് വന്നു? ഫർണിച്ചർ വന്നു. അപ്പം ഫർണിച്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഫർണിച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ബിസിനസ്സിലേക്ക് പുതിയതായിട്ടൊരു മെഷീൻ വാങ്ങി, അപ്പൊ എന്ത് ചെയ്യണം? മെഷീനറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ എന്തിനാ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്? വാട്ട് ഗോസ് ഔട്ട്, ബിസിനസ്സിന്റെ പുറത്തേക്ക് പോകുന്നതിനെല്ലാം നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നു. അതായത് ബിസിനസ്സിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വെഹിക്കിൾ, ഒരു വണ്ടി നമ്മൾ വിറ്റു, ഒരു വെഹിക്കിൾ നമ്മൾ വിറ്റു. അപ്പൊ എന്തിനാ? വെഹിക്കിൾ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോയില്ലേ? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി നമ്മുടെ ബിസിനസ്സിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് നമ്മൾ വിറ്റു, ബിൽഡിംഗ് പോയില്ലേ ബിസിനസ്സിൽ നിന്ന്? ബിൽഡിംഗ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ബിസിനസ്സിലേക്ക് വരുന്നതിനെ
നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ബിസിനസ്സിൽ നിന്ന് പോകുന്നതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ബിസിനസ്സിലേക്ക് വരുന്നത് ഡെബിറ്റും ബിസിനസ്സിൽ നിന്ന് പോകുന്നത് ക്രെഡിറ്റും ആയിരിക്കും. ഫർണിച്ചർ പർച്ചേസ് ഫോർ ക്യാഷ് 10,000. ബിസിനസ് 10,000 രൂപ കൊടുത്തിട്ട് ഫർണിച്ചർ വാങ്ങി. ബിസിനസ്സിലേക്ക് എന്ത് വന്നു? ഫർണിച്ചർ വന്നു അല്ലേ? ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വന്നു. ഫർണിച്ചർ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ബിസിനസ്സിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയില്ലേ? അപ്പം ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വന്നു, പുതിയ ഫർണിച്ചർ വാങ്ങിയപ്പോൾ ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വന്നു, ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യുന്നു. ബിസിനസ്സിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ എക്സ്പെൻസുകൾ, ലോസുകൾ, ഇൻകംസ്, ഗെയിൻസ് ഒക്കെയാണ് നോമിനൽ അക്കൗണ്ടിലുള്ളത്. എന്താ നോമിനൽ അക്കൗണ്ടിലുള്ളത്? എക്സ്പെൻസുകൾ, ലോസസ്, ഇൻകംസും ഗെയിൻസ് ഒക്കെയാണ് നോമിനൽ അക്കൗണ്ടിൽ ഉണ്ടാകുക. ഓക്കെ, അപ്പൊ നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്താ? എക്സ്പെൻസുകളെയും ലോസുകളെയും ചെലവുകളെയും നഷ്ടങ്ങളെയും എല്ലാം ഡെബിറ്റ് ചെയ്യണം എപ്പോഴും. ഓക്കെ, ഇൻകംസ് ആൻഡ് ഗെയിൻസ് നേട്ടങ്ങളെയും വരുമാനങ്ങളെയും ഒക്കെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. നോക്കിയേ, സാലറി പെയ്ഡ് 20,000. ബിസിനസ് സാലറി കൊടുത്തു. ബിസിനസ്സിന് എന്ത് പോയി? ബിസിനസ്സിന് എക്സ്പെൻസ് അല്ലേ? സാലറി ഒരു എക്സ്പെൻസ് അല്ലേ? ബിസിനസ്സിന് എന്ത് പോയി? ക്യാഷ് പോയില്ലേ? ക്യാഷ് അസറ്റ് അല്ലേ? അസറ്റ് പോകുമ്പോൾ അല്ലേ ബിസിനസ്സിൽ നിന്ന് പോകുന്നതിനെല്ലാം ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? സാലറി എക്സ്പെൻസ് ആയതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയത് കൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെ ജേർണൽ എൻട്രി എങ്ങനെ എഴുതും? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി. ഓക്കെ, ജേർണൽ എൻട്രി എഴുതുന്നത്. അപ്പം ജേർണൽ എൻട്രി എഴുതാൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന്റെ ഗോൾഡൻ റൂൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എഴുതാം. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്താ ചെയ്യുന്നത്? റിസീവർ, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇതല്ലെങ്കിൽ നമുക്ക് പുതിയ റൂൾസ്, ന്യൂ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് യൂസ് ചെയ്യാം. ഇത് ട്രഡീഷണൽ അപ്രോച്ച് ആണ്. പുതിയ രീതിയിൽ എങ്ങനെ കാണാം? അസറ്റിന്റെ വാല്യൂ കൂടുമ്പം ഡെബിറ്റ് ചെയ്യണം. അതായത് നമ്മൾ നോക്കി, നേരത്തെ ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വന്നു. ഫർണിച്ചർ അസറ്റ് അല്ലേ? അസറ്റ് കൂടിയില്ലേ? ബിസിനസ്സിലേക്ക് അസറ്റ് കൂടിയില്ലേ? അപ്പൊ അതിനെ ഡെബിറ്റ് ചെയ്തില്ലേ? അത് തന്നെയല്ലേ ഗോൾഡൻ റൂളിലും പറയുന്നേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ബിസിനസ്സിലേക്ക് അസറ്റ് വരുമ്പം, അസറ്റ് കൂടുമ്പം ഡെബിറ്റ് ചെയ്യുക. അസറ്റ് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഫർണിച്ചർ വാങ്ങിയപ്പം ക്യാഷ് കുറഞ്ഞു, കയ്യിലെ പൈസ പോയി. നമ്മൾ ജേർണൽ എൻട്രി എങ്ങനെ എഴുതിയേ? ഫർണിച്ചർ കൂടി, അസറ്റ് കൂടിയപ്പം ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്തു. കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയേ. ക്യാഷ് അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, അസറ്റ് കൂടുമ്പം ഡെബിറ്റ് ചെയ്യുക, അസറ്റ് കുറയുമ്പം ക്രെഡിറ്റ് ചെയ്യുക. ഇനി എക്സ്പെൻസസ് ആൻഡ് ലോസ്, ചെലവുകളെയും നഷ്ടങ്ങളെയും ചെലവ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. നേരത്തെ എക്സാമ്പിൾ നോക്കി, സാലറി ഒരു ചെലവല്ലേ? ചെലവ് കൂടിയില്ലേ? 20,000 രൂപ സാലറി കൊടുത്തു, ചെലവ് കൂടുമ്പോൾ അതിനെ ഡെബിറ്റ് അല്ലേ ഇതേ? അതുപോലെ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെയും ഡെബിറ്റ് ചെയ്യുക. ഇനി നഷ്ടം കുറയുന്നു, ചെലവ് കുറയുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ലയബിലിറ്റീസിന്റെ കേസിലോ ബാധ്യത ഉണ്ടാകും, ബാധ്യത കൂടുമ്പം ക്രെഡിറ്റ് ചെയ്യുക. അതായത് ഞാൻ ഒരാളുടെ നിന്ന് കടം വാങ്ങി, അപ്പം എൻ്റെ ബിസിനസ് എനിക്ക് ക്യാഷ് കിട്ടി, അപ്പം ക്യാഷ് എന്താ? അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. ഞാൻ കടം വാങ്ങിയത് അനുവിൻ്റെ നിന്നാണ്. അനു എന്ന് പറഞ്ഞൊരു ആളോട് ഞാൻ ബാധ്യതപ്പെട്ടില്ല, ലയബിലിറ്റി ഉണ്ടായില്ലേ? ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, ലയബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, ക്യാപിറ്റൽ കുറയുമ്പം ഡെബിറ്റ് ചെയ്യുക. ഇൻകംസ് ആൻഡ് ഗെയിൻസ് കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ എക്സ്പെൻസ് ആൻഡ് ലോസ് കൂടുമ്പോൾ ഡെബിറ്റും കുറയുമ്പം ക്രെഡിറ്റും, ഇൻകംസ് ആൻഡ് ഗെയിൻസ് കൂടുമ്പം ക്രെഡിറ്റും കുറയുമ്പം ഡെബിറ്റും ആയിരിക്കും. അസറ്റ് കൂടുമ്പം ഡെബിറ്റും, അസറ്റ് കുറയുമ്പം ക്രെഡിറ്റും. ലയബിലിറ്റീസും ക്യാപിറ്റലും കൂടുമ്പം ക്രെഡിറ്റും, കുറയുമ്പം ഡെബിറ്റും ആയിരിക്കും. ഇതാണ് റൂൾസ്. ഈ റൂൾസ് ഒന്നെങ്കിൽ ഗോൾഡൻ റൂൾസ്, അല്ലെങ്കിൽ ഈ ഒരു റൂൾസ് അറിയാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് ജേർണൽ എൻട്രീസ് എഴുതാനായിട്ട് പറ്റും. പിന്നെ ചില അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ ഉള്ള കേസേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റൂൾസ് പഠിക്കുക, ജേർണൽ എൻട്രീസ് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.